NIA സംഘം ബൈസറൻ വാലിയിൽ തുടരുകയാണിപ്പോൾ. 3D മാപ്പിംഗ് നടത്താനായിട്ടാണ് അന്വേഷണ സംഘം ബൈസറൻ വാലിയിൽ എത്തിയിരിക്കുന്നത്. ഉപഗ്രഹ ചിത്രങ്ങൾ, അന്വേഷണ സംഘം ചിത്രീകരിച്ച പുൽമേടിൻ്റെ വീഡിയോ ദൃശ്യങ്ങൾ തുടങ്ങിയ ഡാറ്റകൾ ചേർത്താണ് 3D മാപ്പിംഗ് നടത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ബൽറാം നെടുങ്ങാടി പകൽഗാമിൽ നിന്ന് ചേരുകയാണ്. ബൽറാം, വെൽക്കം ബാക്ക് ടു മോർണിംഗ് ഷോ. പറയൂ, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? NIA സംഘം ഇപ്പോൾ ഈ ഭീകരാക്രമണം നടന്ന ഈ ബൈസറൻ വാലിയിൽ 3 തവണ ഇതിനകം പരിശോധന നടത്തിയിരുന്നു. അതിനുശേഷം ഇന്നലെയാണ് വീണ്ടും ഈ ബൈസറൻ വാലിയിലേക്ക് NIA സംഘം തിരികെ എത്തിയിരിക്കുന്നത്. ഈ ആക്രമണം നടന്ന പ്രദേശത്തിന്റെ ആ മൈതാനം, ഒപ്പം തന്നെ സമീപത്തുള്ള പൈൻകാടുകൾ എന്നിവ അടങ്ങുന്ന പ്രദേശത്തിന്റെ 3D മാപ്പിംഗ് നടത്താൻ യാണ് സംഘം എത്തിയിരിക്കുന്നത്. പ്രധാനമായും ഈ ആക്രമണം സംബന്ധിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ ഉൾക്കൊള്ളുന്നതാകും ഈ 3D മാപ്പിംഗ്. അത് അന്വേഷണത്തെ ഏറെ സഹായിക്കുന്ന ഒരു നടപടിയാണ്. ഇന്നോടെ ആ നടപടികൾ, ഈ 3D മാപ്പിങ്ങിനായുള്ള നടപടികൾ പൂർത്തിയാക്കുമെന്നാണ് NIA സംഘത്തിൽ നിന്നും നമുക്ക് ലഭ്യമാകുന്ന വിവരം. അതുകൊണ്ട് തന്നെ ഈ നടപടികൾ പുരോഗമിക്കുന്നതിനാൽ തന്നെ ബൈസറൻ വാലിയിലേക്ക് ആർക്കും പ്രവേശനമില്ല. നേരത്തെ ഈ ആക്രമണം നടന്നതിന് തൊട്ടടുത്ത ദിവസം നമ്മൾ അവിടെ പോയിരുന്ന വഴി അടക്കമുള്ളവ അടച്ചിരിക്കുന്നു. അവിടെ ലൈവ് സംപ്രേഷണത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. പ്രധാനമായും ഈ പ്രദേശത്തിന്റെ വീഡിയോ ചിത്രീകരണം NIA സംഘം പൂർത്തിയാക്കിയിരുന്നു. ഒപ്പം തന്നെ സാക്ഷിമൊഴികളിൽ നിന്നും ലഭിച്ച വിവരങ്ങൾ അടക്കമുള്ളവ സംയോജിപ്പിച്ചുകൊണ്ട് AI സാങ്കേതിക വിദ്യയും ഡിജിറ്റലൈസേഷൻ നടപടികളും എല്ലാം പൂർത്തിയാക്കിക്കൊണ്ടാണ് ഈ 3D മാപ്പിംഗ് നടപടികൾ നടത്തുക. ഇത് പൂർത്തിയാകുന്നതോടെ ഈ ആക്രമി സംഘം ഏതു വഴിയാണ് ഈ താഴ്വരയിലേക്ക് എത്തിയത്, ഏതു വഴിയാണ് മടങ്ങിപ്പോയത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ഈ ഒരു ചിത്രീകരണത്തിൽ ലഭ്യമാകും. ഒപ്പം തന്നെ ഇതോടൊപ്പം ഈ ആക്രമണം നടന്ന സ്ഥലത്ത് ആ സമയത്തുണ്ടായിരുന്ന ആളുകളുടെ പരമാവധി മൊഴികൾ NIA സംഘം ശേഖരിക്കുന്നുണ്ട്. പലപ്പോഴും അവരെ ഇവിടെ നേരിട്ട് എത്തിച്ച് ഈ മൊഴിയെടുക്കേണ്ട സാഹചര്യം പലപ്പോഴും ഉണ്ടാകുന്നുണ്ട്. അവർ ഏത് ദിശയിൽ നിന്നാണ് വന്നത് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ ലഭിക്കുന്നതിനായി. എന്നാൽ ഈ 3D മാപ്പിംഗ് പൂർത്തിയാകുന്നതോടുകൂടി ആ ഒരു ദൃശ്യങ്ങൾ കാണിച്ചുകൊണ്ട് അവരിൽ നിന്നും മൊഴിയെടുക്കാൻ കഴിയും. ഇത്തരത്തിൽ അന്വേഷണത്തെ ഏറെ സഹായിക്കുന്ന നടപടിയാണ് 3D മാപ്പിംഗ്. ഇന്ന് അത് പൂർത്തിയാക്കും. നേരത്തെ പുൽവാമ ഭീകരാക്രമണ സമയത്ത് 3D മാപ്പിംഗ് നടപടികൾ പൂർത്തിയായിരുന്നു. അതിനേക്കാൾ മികച്ച രീതിയിൽ സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഈ ഒരു പ്രദേശത്തിന്റെ 3D മാപ്പിംഗ് നടപ്പാക്കാനാണ് ഇപ്പോൾ NIA സംഘത്തിന്റെ ശ്രമം എന്നുള്ളത്. പ്രത്യേകിച്ച് ഈ മേഖലയുടെ ഘടന, ഭൗമശാസ്ത്രപരമായ പ്രത്യേകതകൾ എല്ലാം ഉള്ളതിനാൽ തന്നെ സാക്ഷികളെ ഇവിടെ നേരിട്ടെത്തിച്ച് മൊഴിയെടുക്കുന്നതിന് വലിയ പ്രതിസന്ധി അത് മറികടക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ 3D മാപ്പിംഗ് നടപടികൾ ഇപ്പോൾ പൂർത്തിയാക്കുന്നത്.